ഓണത്തോടനുബന്ധിച്ച് വിപണികളിൽ കർശന പരിശോധന. തിരുവനന്തപുരം ബാലരാമപുരം മേഖലയിൽ 8 കടകളിൽ ക്രമക്കേട് കണ്ടെത്തി. ജില്ലാ സപ്ലൈ ഓഫീസ് പ്രത്യേക സ്ക്വാഡാണ് പരിശോധന നടത്തിയത്. വിശദമായ റിപ്പോർട്ട് ജില്ലാ കളക്ടർക്ക് കൈമാറും. സുനിഷ ഏലൂരുണ്ട് വിശദാംശങ്ങളുമായി. സുനിഷ, തിരക്കുള്ള സമയമാണ്. വിപണികളിൽ ക്രമക്കേടും അതിനൊപ്പം ഉണ്ടാകുമെന്നാണ് നമ്മൾ പലപ്പോഴായത് കണ്ടതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കർശന പരിശോധന. ഇന്നത്തെ പരിശോധനയിൽ എന്തൊക്കെ ക്രമക്കേടുകളാണ് കണ്ടെത്തിയത്? വരും ദിവസങ്ങളിലും ഈ പരിശോധന തുടരില്ലേ? തീർച്ചയായിട്ടും കീർത്തന, വരും ദിവസങ്ങളിലും അത് തുടരുമെന്നുള്ളതാണ്. പ്രധാനമായും അത് തന്നെയാണ്. ഓണം ലക്ഷ്യമിട്ടുകൊണ്ട് വിപണികളിൽ ഇപ്പോൾ പലയിടത്തും ക്രമക്കേടുകൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഓണം വിപണിയിലെ ക്രമക്കേടുകൾ തടയുന്നതിന്റെ ഭാഗമായി, ഉപഭോക്താക്കളുടെ താല്പര്യം സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി പരിശോധനകൾ ഓരോ ജില്ലകളിലും കർശനമാക്കിയിരിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് ബാലരാമപുരം മേഖലയിലായിരുന്നു വിവിധ സ്ഥാപനങ്ങളിൽ ജില്ലാ സപ്ലൈ ഓഫീസിന്റെ പ്രത്യേക സ്ക്വാഡ് ഈ ഇത്തരത്തിലൊരു പരിശോധന നടത്തിയിരുന്നത്. ഈ പരിശോധനയിലാണ് 12 സ്ഥാപനങ്ങളിലാണ് പരിശോധന നടത്തിയത്. അതിൽ 8 എണ്ണവും ക്രമക്കേടുകൾ നടത്തുന്നുണ്ട് എന്ന് കണ്ടെത്തുകയും ചെയ്തു എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. 4 പ്രൊവിഷൻ സ്റ്റോറുകളുണ്ട്, 3 ഹോട്ടലുകളുണ്ട്, ഒരു പച്ചക്കറി കടയുണ്ട്. അങ്ങനെ 8 സ്ഥാപനങ്ങളിലാണ് ആ ക്രമക്കേടുകൾ നിലവിൽ കണ്ടെത്തിയിട്ടുള്ളത്. അതിൽ പലതരത്തിലുള്ള ക്രമക്കേടുകളുണ്ട്. അതായത് ഒരു ഹോട്ടലിൽ പാചകത്തിനായി ഉപയോഗിച്ചിരുന്നത് ഗാർഹിക സിലിണ്ടറുകൾ മാത്രമാണ്. ഈ സബ്സിഡി നിരക്കിൽ കിട്ടുന്ന ഗാർഹിക സിലിണ്ടറുകൾ മാത്രമാണ് എന്ന് കണ്ടെത്തിയിരുന്നത്. അങ്ങനെ 6 സിലിണ്ടറുകളാണ് ആ ഒരു ഹോട്ടലിൽ നിന്നും മാത്രം കണ്ടെത്തിയത്. അങ്ങനെ നിരവധി കാര്യങ്ങൾ ഓരോ കടകളിൽ നിന്നുമായി കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. നിലവിൽ ഇപ്പോൾ ക്രമക്കേടുകൾ സംബന്ധിച്ച ഈ തുടർ നടപടികൾ, ഈ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾക്കെതിരെയുള്ള തുടർ നടപടികൾ അടക്കം സ്വീകരിക്കുന്നതിന് വേണ്ടി വിശദമായ ഒരു റിപ്പോർട്ട് അത് ജില്ലാ കളക്ടർക്ക് കൈമാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഓണം വിപണിയിൽ അമിതമായ വില ഈടാക്കുന്നുണ്ടെങ്കിൽ, വില വിവര പട്ടിക പ്രദർശിപ്പിക്കാതിരിക്കുന്നുണ്ടെങ്കിൽ, ഗാർഹിക സിലിണ്ടറുകളുടെ വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള ദുരുപയോഗം നടക്കുന്നുണ്ടെങ്കിൽ, അങ്ങനെ എല്ലാ നിയമലംഘനങ്ങളും കണ്ടെത്തുക. അതിനെതിരെ വരും ദിവസങ്ങളിലും കർശനമായ പരിശോധന തുടരുമെന്നുള്ളത് തന്നെയാണ്. നിലവിൽ ഏതായാലും ജില്ലയിൽ, ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ പല മേഖലകളിലായി സപ്ലൈയുടെ പരിശോധന തുടരുന്നുണ്ട് കീർത്തന. ശരി, എന്തായാലും പരിശോധന തുടരുകയാണ്. വിശദമായ റിപ്പോർട്ട് ജില്ലാ കളക്ടർക്ക് കൈമാറും. ഓണവിപണി ലക്ഷ്യമിട്ട് പലയിടത്തും ക്രമക്കേടുകൾ നടക്കുന്നുണ്ട്. 8 ഇടങ്ങളിലാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് ക്രമക്കേട് കണ്ടെത്തിയത്. വരും ദിവസങ്ങളിലും പരിശോധന തുടരും. സുനിഷ ഏലൂരാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.